One no can save your life. Hey guys, welcome back to channel Remix Diary. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു ചെറിയ വേർഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ദാറ്റ് വേർഡ് ഈസ് നോ. വെറും 2 ലെറ്റേഴ്സ്. പക്ഷേ ചിലപ്പോൾ ഈ 2 ലെറ്റേഴ്സിന് നമ്മുടെ ലൈഫിൽ വലിയൊരു മീനിങ് ഉണ്ടാകും. കാരണം ചില നോ നമ്മളെ ഹേർട്ട് ചെയ്യും, പക്ഷെ ചില നോ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു നോ നമ്മുടെ ലൈഫ് തന്നെ മാറ്റും. നമ്മളിൽ പലർക്കും നോ പറയാൻ ഭയമാണ്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഓക്കെ എന്ന് പറയും. നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. നമ്മൾ ടയേർഡ് ആണെങ്കിലും ഐ ക്യാൻ മാനേജ് എന്ന് പറയും. എന്തിനാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന പേടി. അവർക്ക് നമ്മളോട് ദേഷ്യം വരുമോ, അവർ നമ്മളിൽ നിന്നും അകന്നു പോകുമോ, അവർ നമ്മളെ സെൽഫിഷ് എന്ന് വിചാരിക്കുമോ, ഇതൊക്കെ ചിന്തിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരാളുണ്ട്. ആരാ? നമ്മൾ തന്നെ. ഒരു പക്ഷേ നീയും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. നിനക്ക് മനസ്സിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. നിനക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത കാര്യത്തിന് യെസ് പറഞ്ഞിട്ടുണ്ടാകും. കാരണം നോ പറയാൻ പേടിച്ചു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, എല്ലാത്തിനും യെസ് പറയുന്നത് നല്ല മനസ്സായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിന്റെ പീസ് സംരക്ഷിക്കാൻ നോ പറയണം. നിന്റെ ടൈം സംരക്ഷിക്കാൻ നോ പറയണം. നിന്റെ ഡ്രീംസ് സംരക്ഷിക്കാൻ നോ പറയണം. അതിലും പ്രധാനമായി നിന്നെ തന്നെ സംരക്ഷിക്കാൻ നോ പറയണം. ഇമാജിൻ ഒരു സ്റ്റുഡൻറ്റ്, അവനൊരു ഡ്രീമുണ്ട്, നന്നായി പഠിക്കണം, ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകണം. പക്ഷെ ഫ്രണ്ട്സ് വിളിക്കുന്നു, വാ ഇന്ന് പഠിക്കേണ്ട, കുറച്ചു നേരം നമുക്ക് ഫോൺ നോക്കാം, നാളെ മുതൽ പഠിക്കാം. അവന് പല ദിവസവും യെസ് പറയുന്നു. ഒരു ദിവസം അവൻ ഫോൺ സൈഡിൽ മാറ്റി വെച്ചിട്ട് പറയുന്നു, ഇല്ല ഇന്ന് എനിക്ക് പഠിക്കണം. അത് വളരെ ചെറിയൊരു നോയാണ്. പക്ഷെ ആ ചെറിയ നോ അവൻ്റെ ഫ്യൂച്ചറിനോട് പറഞ്ഞ ഒരു വലിയ യെസ് ആണ്. ബിക്കോസ് സംടൈംസ് സേയിങ് നോ ടു എ ഡിസ്ട്രാക്ഷൻ മീൻസ് സേയിങ് യെസ് ടു യുവർ ഡ്രീം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ചില ഹാബിറ്റ്സ് ഉണ്ടാകും, ഇനി മാറ്റണം എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ തന്നെ നമ്മളോട് പറയും, നാളെ മുതൽ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ മൂടില്ല. അങ്ങനെ ഡേയ്സ് പോകും. പക്ഷെ ഒരു ദിവസം നീ ഡിസൈഡ് ചെയ്യും, ഇല്ല ഞാൻ എന്നെ തന്നെ നെഗ്ലക്റ്റ് ചെയ്യില്ല. അന്നു മുതൽ ചെറിയ മാറ്റങ്ങൾ തുടങ്ങും. 1 മണിക്കൂർ പഠിക്കും, ഫോൺ കുറച്ച് മാറ്റിവെക്കും, നിന്റെ ഡ്രീംസിന് വേണ്ടി സമയം കണ്ടെത്തും. നിന്റെ ഹെൽത്തിനും മൈൻഡിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. മേ ബി ആദ്യ ദിവസം വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാകില്ല, പക്ഷേ സ്മോൾ ഡിസിഷൻസ് റിപ്പീറ്റഡ് എവറി ഡേ ക്യാൻ ക്രിയേറ്റ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലൈഫ്. ഇനി മറ്റൊരു നോ ഉണ്ട്, ഫിയറിനോട് പറയുന്ന നോ, നമ്മുടെ പേടിയോട്. നിനക്ക് എന്തെങ്കിലും ചെയ്യണം, ഒരു ഡ്രീം ഉണ്ട്, ഒരു പുതിയ കാര്യം ചെയ്യണം, പക്ഷേ പേടി. എനിക്ക് കഴിയുമോ, ഞാൻ ഫെയിലായാൽ, ആൾക്കാർ ചിരിച്ചാൽ, എനിക്ക് സപ്പോർട്ടില്ലെങ്കിൽ, ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഗീവ് അപ്പ് ചെയ്യും. പക്ഷേ ഒരു ദിവസം നീ നിന്നോട് തന്നെ പറയണം, എനിക്ക് പേടിയുണ്ട്, പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. അതാണല്ലോ റിയൽ കറേജ്. ഫിയർ ഇല്ലാത്തതല്ല കറേജ്, ഫിയർ ഉണ്ടായിട്ടും മുന്നോട്ട് പോകുന്നതാണ് കറേജ്. മേ ബി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ ഒരു ഫെയിലിയറിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. നീ ഒരുപാട് ട്രൈ ചെയ്തിട്ടും റിസൾട്ട് കിട്ടിയില്ലായിരിക്കാം. നീ കരുതിയതുപോലെ ഒന്നും നടന്നില്ലായിരിക്കാം. അപ്പോൾ നിനക്ക് തോന്നും, മേ ബി ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. പക്ഷേ പ്ലീസ്, ഒരു ഫെയിലിയറിൻ്റെ പേരിൽ നിന്റെ എൻ്റയർ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യരുത്. ഒരു എക്സാം റിസൾട്ട്, ഒരു റിജക്ഷൻ, മിസ്റ്റേക്ക്, ഒരു ബാഡ് ഡേ, ഇതൊന്നും നിന്റെ മുഴുവൻ സ്റ്റോറി അല്ല. നിന്റെ സ്റ്റോറി ഇനിയും തുടരുകയാണ്. നമ്മൾ മറ്റുള്ളവരോട് എത്ര കൈൻഡാണ്. ഒരു ഫ്രണ്ട് ഫെയിൽ ചെയ്താൽ നമ്മൾ പറയും, ഇറ്റ്സ് ഓക്കെ, ട്രൈ അഗെയിൻ. ഒരു ഫ്രണ്ട് മിസ്റ്റേക്ക് ചെയ്താൽ ഡോണ്ട് വറി എന്ന് പറയും. ഒരു ഫ്രണ്ട് കോൺഫിഡൻസ് ഇല്ലാതെ ഇരുന്നാൽ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയും. പക്ഷെ നമ്മൾ തന്നെ മിസ്റ്റേക്ക് ചെയ്താലോ, എനിക്കൊന്നും അറിയില്ല, ഫെയിലിയർ വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ബാഡ് ഡേ വന്നാൽ എൻ്റെ ലൈഫ് തന്നെ ബാഡാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളോട് ഇത്ര ഹാർഷായി ഇരിക്കുന്നത്? നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കൈൻഡ്നസ് ഒരിക്കൽ നിന്നോടും കൊടുക്കൂ. നീ ചെയ്ത മിസ്റ്റേക്സിനെ വെറുക്കേണ്ട. നീ കരഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് ഷെയിം തോന്നേണ്ട. നീ ലോസ്റ്റ് ആയിരുന്ന സമയത്തെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യേണ്ട. കാരണം ആ വേർഷൻ ഓഫ് യു പോലും സംഹൗ മുന്നോട്ട് വന്നു. നീ ഇവിടെ വരെ എത്തിയില്ലേ, അതുതന്നെ വലിയ കാര്യമാണ്. മേ ബി നീ ഇപ്പോഴും നിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല, ബട്ട് യു ആർ നോട്ട് വേർ യു യൂസ് ടു ബി. യു ആർ ഗ്രോയിങ്. അതുകൊണ്ട് ഇന്ന് നിന്റെ പാസ്റ്റിനോട് ഒരു നോ പറയും. നോ
നീ എൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യില്ല. നിന്റെ ഫിയറിനോട് പറയൂ നോ, നീ എന്നെ സ്റ്റോപ്പ് ചെയ്യില്ല. കമ്പാരിസനോട് പറയൂ നോ, എൻ്റെ ജേണി മറ്റൊരാളുടെ പോലെ അല്ല. ഗിവിങ് അപ്പ് ചെയ്യാനുള്ള തോട്ടിനോട് പറയൂ നോ, ഞാൻ വീണ്ടും ട്രൈ ചെയ്യും. സെൽഫ് ഡൗട്ടിനോട് പറയൂ നോ, ഞാൻ എന്നെ ബിലീവ് ചെയ്യാൻ പഠിക്കും. മേ ബി നിനക്ക് ഇന്ന് എല്ലാം മാറ്റാൻ കഴിയില്ല. ദാറ്റ്സ് ഓക്കെ. നിനക്ക് എല്ലാം ഒരുമിച്ച് മാറ്റാൻ പറ്റത്തില്ല. ഇന്നൊരു ചെറിയ സ്റ്റെപ്പ് മതി, നാളെ മറ്റൊരു സ്റ്റെപ്പ്, പിന്നെ മറ്റൊന്ന്. അങ്ങനെ ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇത്രയും ദൂരം വന്നു എന്ന് നീ തന്നെ അത്ഭുതപ്പെടും. ഒരു പക്ഷേ നിന്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോൾ നിനക്ക് കാണുന്നത് കൺഫ്യൂഷൻ ആയിരിക്കാം, ഡിലേ ആയിരിക്കാം, ഫെയിലിയർ ആയിരിക്കാം, പെയിൻ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ചാപ്റ്റർ നിന്റെ വോൾ സ്റ്റോറി അല്ല. ഒരു ബാഡ് ചാപ്റ്റർ കൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ബുക്കിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഒരു ഡിഫിക്കൽട്ട് ഫേസ് കൊണ്ട് നിന്റെ മുഴുവൻ ലൈഫിനെ ജഡ്ജ് ചെയ്യരുത്. കീപ് ഗോയിങ്. നിനക്ക് കഴിയുന്നത്ര സ്ലോയിൽ പോകൂ, പക്ഷേ സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം സംടൈംസ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അല്ല, ഒരു വലിയ മിറാക്കിൾ അല്ല, ഒരു വലിയ ഇവന്റ് പോലും അല്ല. സംടൈംസ് ഇറ്റ്സ് ജസ്റ്റ് വൺ ഡിസിഷൻ. ഒരു ദിവസം നീ നിന്നോട് തന്നെ പറയുന്ന മതി, ഇനി ഞാൻ എന്നെ തന്നെ ഗിവ് അപ്പ് ചെയ്യില്ല. ആ ഒരു ഡിസിഷൻ നിന്റെ ഹാബിറ്റ്സ് മാറ്റും, നിന്റെ മൈൻഡ് സെറ്റ് മാറ്റും, നിന്റെ ഡയറക്ഷൻ മാറ്റും, പിന്നെ നിന്റെ ഫ്യൂച്ചർ പോലും മാറ്റും. സോ ഇന്ന് നിനക്ക് നോ പറയേണ്ടി വന്നാൽ ഭയപ്പെടാതെ പറയൂ, കൈൻഡായി പറയൂ, റെസ്പെക്ട്ഫുള്ളി പറയൂ. പക്ഷേ നിന്റെ പീസ് നഷ്ടപ്പെടുത്തി എസ് പറയേണ്ടി വന്നാൽ നോ പറയുന്നത് തെറ്റല്ല. നിന്റെ ഡ്രീംസ് ഉപേക്ഷിക്കേണ്ടി വരുന്ന എസ് ആണെങ്കിൽ നോ പറയൂ. നിന്നെ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന എസ് ആണെങ്കിൽ നോ പറയൂ. ഫിയർ കാരണം ഗീവ് അപ്പ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ നോ, ഞാൻ വീണ്ടും ട്രൈ ചെയ്യും എന്ന് പറയും. ഒരു പക്ഷേ ഇന്ന് ആ നോ നിനക്കൊരു ചെറിയ ഡിസപ്പോയിൻമെന്റ് ആയിരിക്കാം. ആരെങ്കിലും നിന്നോട് ദേഷ്യപ്പെടാം, ആരെങ്കിലും നിന്നെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, നിനക്ക് തന്നെ ഗിൽറ്റ് തോന്നാം. പക്ഷേ ഇയറോ മന്ത്സോ കഴിഞ്ഞ് നീ തിരിഞ്ഞു നോക്കി പറയും താങ്ക് ഗോഡ് അന്ന് ഞാൻ നോ പറഞ്ഞു. കാരണം ആ നോ നിന്റെ പീസ് സംരക്ഷിച്ചിരിക്കാം, ആ നോ നിന്റെ ഡ്രീം സംരക്ഷിച്ചിരിക്കാം, ആ നോ നിന്റെ ഫ്യൂച്ചർ സംരക്ഷിച്ചിരിക്കാം. മേ ബി ആ നോ തന്നെയായിരിക്കും നിന്നെ നിന്നിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നത്. സോ റിമെമ്പർ ദിസ്: നോ ടു ഫിയർ, നോ ടു ഗിവിംഗ് അപ്പ്, no to comparison, no to believing that you are not enough, and most importantly, no to giving up on yourself. Because sometimes saying no to the wrong things is how you finally say yes to your own life. Maybe നിന്റെ ലൈഫിൽ 100 വലിയ ചേഞ്ചസ് ആവശ്യമില്ല. മേ ബി ഒരു ചെറിയ ബ്രേവ് ഡിസിഷൻ മാത്രം മതി. ഒരു ചെറിയ നോ, ഒരു നോ ടു ഫിയർ, നോ ടു ഗിവിംഗ് അപ്പ്, നോ ടു ലൂസിങ് യുവർ സെൽഫ്. And maybe that one no will become the beginning of a completely different life. So ഇന്ന് എന്ത് സംഭവിച്ചാലും നിന്നെ നീ ഉപേക്ഷിക്കാതിരിക്കുക. കാരണം ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കി ഇന്നത്തെ നിന്നോട് പറയാൻ പോകുന്ന ഒരു സെന്റൻസ് ഉണ്ടാകും: താങ്ക് യു ഫോർ നോട്ട് ഗിവിംഗ് അപ്പ് ഓൺ മീ. ആൻഡ് മേ ബി അതായിരിക്കും നീ നിന്നോട് തന്നെ പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ സെന്റൻസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, പക്ഷേ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് തീരുമാനിക്കാം. സോ ചൂസ് യുവർ സെൽഫ്, ചൂസ് യുവർ പീസ്, ചൂസ് യുവർ ഡ്രീംസ്. ആൻഡ് വെൻ ലൈഫ് ആസ്ക്സ് യു ടു ഗിവ് അപ്പ്, look at yourself and say no, not today. Bye guys.